ഞെട്ടിപ്പിക്കുന്നൊരു വാർത്ത കണ്ണൂർ തളിപ്പറമ്പിൽ നിന്നും ഇന്ന് രാവിലെ കേട്ടിരുന്നു. കണ്ണൂർ കുറുമാത്തൂരിലാണ് 2 മാസം പ്രായമുള്ള കുഞ്ഞിന്റെ മരണം കൊലപാതകമെന്ന് കണ്ടെത്തിയിരിക്കുന്നത്. അമ്മ മുബഷീറയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി തിങ്കളാഴ്ചയാണ് വീട്ടിലെ കിണറ്റിൽ വീണ് കുഞ്ഞ് മരിച്ചത്. ആൾമറയും മൂടിയുമുള്ള കിണറ്റിൽ കുഞ്ഞ് എങ്ങനെ വീണെന്ന അന്വേഷണമാണ് അമ്മയിലേക്ക് എത്തിയത്. വിവരങ്ങളുമായി കണ്ണൂരിൽ നിന്ന് സുമേഷ് മോറാഴ ചേരുന്നുണ്ട്. സുമേഷ്, കഴിഞ്ഞ ദിവസം തന്നെ, അതായത് തിങ്കളാഴ്ച കുഞ്ഞിന്റെ മരണം സംഭവിച്ചപ്പോൾ തന്നെ ചില സംശയങ്ങൾ ഉയർന്നതാണ്. കാരണം ആൾമറയും വില്ലുമുള്ള കിണർ, അതിന് തൊട്ട് സമീപത്ത് കുഞ്ഞിനെ കുളിപ്പിക്കുമ്പോൾ കുഞ്ഞ് കയ്യിൽ നിന്നും വഴുതി കുതറി കിണറ്റിലേക്ക് വീണു എന്നായിരുന്നു അമ്മയുടെ മൊഴി. അമ്മ ബന്ധുക്കളോടും നാട്ടുകാരോടും ഒക്കെ പറഞ്ഞത്. പക്ഷെ അവിടെ തന്നെ ചില സംശയങ്ങൾ തോന്നിയതാണ്. ഇത് ഇക്കാര്യത്തിൽ ഒരു വ്യക്തത വന്നിട്ടുണ്ടോ? എന്തിനാണ് ഈ കുഞ്ഞിനെ ഈ അമ്മ കൊലപ്പെടുത്തിയെന്ന കാര്യത്തിൽ സ്ഥിരീകരണം വന്നിട്ടുണ്ടോ? ടോം, ഏതായാലും ബന്ധുക്കളും പോലീസും സംശയിച്ചതുപോലെ തന്നെ ഈ സംഭവം എത്തിയിരിക്കുന്നു. അതായത് കുട്ടിയുടെ മരണം അബദ്ധത്തിൽ സംഭവിച്ചതല്ല, കുട്ടിയെ ഉമ്മ കൊലപ്പെടുത്തിയത് തന്നെയാണെന്നുള്ള സ്ഥിരീകരണത്തിൽ തന്നെയാണ് ഇപ്പോൾ പോലീസ് എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മാതാവ് മുബഷീറയുടെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തി കഴിഞ്ഞു. അത് പോലീസിന്റെ വിദഗ്ധമായ അല്ലെങ്കിൽ വിശദമായ ചോദ്യം ചെയ്യലാണ് ഈ മുബഷീറ, അതായത് കുട്ടിയുടെ മാതാവ്, ഇത് കുറ്റം സമ്മതിച്ചത്. അതായത് ആദ്യം ഈ സംഭവം നടക്കുന്ന അന്ന്, അതായത് കഴിഞ്ഞ തിങ്കളാഴ്ച രാവിലെ 9:30 കൂടിയായിരുന്നു ഈ സംഭവം നടക്കുന്നത്. ഈ സംഭവം നടക്കുന്ന ആ സമയത്ത് ഈ മാതാവ് ബന്ധുക്കളോടും അതുപോലെ തന്നെ നാട്ടുകാരോടും പറഞ്ഞത്, അതായത് കുട്ടിയെ കുളിപ്പിക്കുന്ന സമയം അബദ്ധത്തിൽ കൈ വഴുകയും അങ്ങനെ ഈ കിണറിലേക്ക് കുട്ടി വീഴുകയും ചെയ്തു എന്നാണ് മറ്റ് ബന്ധുക്കളോടൊക്കെ ഈ ഉമ്മ പറഞ്ഞിരുന്നത്. എന്നാൽ അന്ന് മുതൽ തന്നെ ഈ സംഭവം നടന്ന അപ്പോൾ തന്നെ എല്ലാവർക്കും ഇതിലൊരു സംശയം ഉണ്ടായിരുന്നു. അതായത് ഈ ആൾമാറിയുള്ള ഒരു കിണറാണ്, അതുപോലെ തന്നെ ഈ ഗ്രില്ലിന്റെ ടോപ്പ്, അതായത് മൂടിയ നിലയിലുള്ള ഒരു കിണറാണ്. ഈ കിണറിലൂടെ ഈ നടക്കാൻ പ്രായം ആകാത്ത കുട്ടി എങ്ങനെ ഇതിന്റെ ഉയരത്തിലൂടെ കുട്ടി താഴേക്ക് വരുന്നു എന്നുള്ള ഒരു സംശയം സ്വാഭാവികമായും എല്ലാവർക്കും ഉണ്ടായിരുന്നു. അത്തരം ഒരു സംശയം തന്നെയായിരുന്നു ഈ പോലീസിന്റെ ഈ ഒരു അന്വേഷണത്തിലും എത്തിപ്പെടാനുള്ള കാരണം. അതായത് എന്തായാലും ഇതൊരാളുടെ സഹായമില്ലാതെ കുട്ടി ഒരു കാരണവശാലും ഈ കിണറിൽ എത്തില്ല എന്ന് തന്നെയായിരുന്നു പോലീസിന്റെ അന്വേഷണത്തിൽ ആദ്യഘട്ടത്തിൽ തന്നെ പോലീസ് എത്തിയിരുന്നത്. പിന്നീടായിരുന്നു ഇതിന് വിശദമായുള്ള ചോദ്യം ചെയ്യൽ കഴിഞ്ഞ ദിവസങ്ങളിൽ, ഇന്നലെ ഉൾപ്പെടെ മാതാവ് മുബഷീറയെ വീട്ടിൽ തന്നെ കസ്റ്റഡിയിൽ എടുത്തുകൊണ്ട് കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യുന്ന രീതി, വനിതാ പോലീസ് ഉൾപ്പെടെ ചോദ്യം ചെയ്യുന്ന രീതിയിലേക്ക് പോലീസ് എത്തി. എന്നാൽ അത്തരം ഒരു സ്ഥിരീകരണത്തിലേക്ക് പോലീസിന് എത്താൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴും ഈ മുബഷീറ പറഞ്ഞത്, അല്ല, എന്റെ കൈ വഴുതിക്കൊണ്ട് ഈ കിണറിലേക്ക് വീണു എന്നുള്ളത് തന്നെയാണ്. പക്ഷെ പോലീസിന് അപ്പോഴുണ്ടായ സംശയം പിന്നീടും തുറന്നു നിൽക്കുകയും അതിന്റെ അന്വേഷണത്തിന്റെ ഘട്ടം വേറെ രീതിയിലേക്ക് എത്തിയപ്പോഴാണ് ഈ കുറ്റം സമ്മതിക്കുന്ന രീതിയിലേക്ക് ഈ മുബഷീറ എത്തുന്നത്. അതായത് എന്റെ കൈ വഴുതി കുട്ടി വീണതല്ല, ഞാൻ തീർച്ചയായും എന്തായാലും മുബഷീറ കുറ്റം സമ്മതിച്ചിട്ടുണ്ട്. മറ്റ് 2 കുഞ്ഞുങ്ങൾ കൂടി മുബഷീറയ്ക്ക് ഉണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തിനാണ് ഈ കുഞ്ഞിനെ കൊലപ്പെടുത്തിയത്? ഈ കാര്യത്തെ കുറിച്ച് എന്തെങ്കിലും മുബഷീറ തുറന്നു പറഞ്ഞിട്ടുണ്ടോ? മറ്റേതെങ്കിലും മാനസിക പ്രശ്നമുള്ള വ്യക്തിയാണോ ഇവർ? ടോം, അത്തരം കാര്യങ്ങൾ പോലീസ് കടന്നിട്ടില്ല. സ്വാഭാവികം അത്തരം വിവരങ്ങളും പോലീസ് നൽകുന്നില്ല. ഏതായാലും ഈ സ്ത്രീ പ്രസവത്തിന് ശേഷം, പ്രസവാനന്തരം ഉണ്ടാകുന്ന മാനസിക പ്രശ്നങ്ങൾ ഈ സ്ത്രീ വെല്ലുവിളി നേരിടുന്ന ഒരു സ്ത്രീയാണെന്നാണ് പോലീസ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ അത്തരം ഒരു ഡിപ്രഷനുള്ള സ്ത്രീ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇത്തരം മാനസികമായ പ്രശ്നങ്ങൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. ബന്ധുക്കൾ ഉൾപ്പെടെ അത്തരം കാര്യങ്ങൾ പോലീസിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഇതൊരു കൊലപാതകം ആ രീതിയിലേക്ക്, അതായത് മാനസികമായി സ്ത്രീക്കുണ്ടായ മാനസികമായ പ്രശ്നത്തിന്റെ ഭാഗമായി ഉണ്ടായ ഒരു കൊലപാതകമാണോ എന്നുള്ള കാര്യത്തിലേക്കാണ് ഇപ്പോൾ പോലീസ് എത്തിയിരിക്കുന്നത്. ഏതായാലും അത്തരം ഒരു ഘട്ടത്തിലേക്ക് പോലീസിനെ കടക്കേണ്ടതുണ്ട്. സ്വാഭാവികമായും അതിനൊരു വിശദമായ ചോദ്യം ചെയ്യലും ഇനി പോലീസിനെ നടത്തേണ്ടതുണ്ട്. അത്തരം അന്വേഷണത്തിലായിരിക്കും ഇത് എന്താണ് സംഭവിച്ചുള്ള കാര്യം ഈ മുബഷീറ പോലീസിനോട് പറയുക. സ്വാഭാവികമായും ഈ അറസ്റ്റ് രേഖപ്പെടുത്തിയ ഉടൻ തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള പ്രൊസീജിയറൊക്കെ നടത്തി, വൈദ്യ പരിശോധന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്തി കോടതിയിൽ ഹാജരാക്കേണ്ട രീതിയിലാണ് ഇപ്പോൾ പോലീസ് എത്തിയിരിക്കുന്നത്. സമയത്തിനുള്ളിൽ തന്നെ ഈ മുബഷീറയെ കോടതിയിൽ ഹാജരാക്കും എന്നുള്ളതാണ് ഇപ്പോൾ പോലീസ് പറഞ്ഞിരിക്കുന്നത്. ഏതായാലും ഈ ഒരു സുമേഷ് നേരത്തെ സൂചിപ്പിച്ചതല്ല, ഈ പ്രസവാനന്തരമുള്ള മാനസിക പ്രശ്നങ്ങൾ ചില സ്ത്രീകളില് പ്രകടമാകാറുണ്ട്. അതിന്റെ പേരിൽ അതുമായി ബന്ധപ്പെട്ട് ചില കൊലപാതകങ്ങൾ, സ്വന്തം കുഞ്ഞുങ്ങളെ കൊലപ്പെടുത്തുന്ന അമ്മമാരെ കുറിച്ചൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളതാണ്. അതായത് 2 മാസം പ്രായമുള്ള കുഞ്ഞാണ്. ഈ ഒരു കാലയളവിൽ, ഈ പ്രസവത്തിന് ശേഷമുള്ള ഈ 2 മാസ കാലയളവിൽ എപ്പോഴെങ്കിലും മുബഷീറ
ഈ രീതിയിലുള്ള മാനസിക വിഭ്രാന്തി കാണിച്ചിട്ടുണ്ടായിരുന്നോ? ടോം, അത്തരം ഒരു മാനസിക വിഭ്രാന്തി ഈ സ്ത്രീയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഈ ബന്ധുക്കൾ ഉൾപ്പെടെ പറയുന്നത്. എന്നാൽ അതിനൊരു ഒരു വിദഗ്ധമായ ചികിത്സ തേടുന്ന വിധത്തിലേക്ക് ഈ ബന്ധുക്കൾ ഉൾപ്പെടെ കടന്നിട്ടില്ല എന്നാണ് പോലീസും പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ മരണത്തിൽ സ്വാഭാവികമായും നാട്ടുകാരൊക്കെ സംശയിക്കുന്ന രീതിയിൽ കൊലപാതകമാണെങ്കിൽ പോലും അതൊരു ഈ മാനസിക വിഭ്രാന്തിയിലുണ്ടായ ഒരു കൊലപാതകമായിട്ട് തന്നെയാണ് പോലീസ് ഉൾപ്പെടെയും ഇപ്പോൾ പറയുന്നത്. എന്നാൽ അത് പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു കൊലപാതകമാണ് എന്ന രീതിയിലേക്ക് മാത്രമേ കൈകാര്യം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. സ്വാഭാവികമായും ഇതൊരു മനഃപൂർവ്വമുള്ള ഒരു നരഹത്യ തന്നെയാണ്, അതൊരു കൊലപാതകം തന്നെയാണ്. അതുകൊണ്ട് തന്നെ കൊലപാതകം എന്ന രീതിയിലേക്ക് പോലീസ് അതിലും എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരം കേസുകളാണ് ഇപ്പോൾ പോലീസ് ചാർജ് ചെയ്തിട്ടുള്ളത്. ഏതായാലും അത്തരം മാനസിക വെല്ലുവിളി ഈ സ്ത്രീ നേരിടുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെ ബന്ധുക്കളും ആ രീതിയിൽ തന്നെയാണ് പോലീസിനോടും ഉൾപ്പെടെ പറഞ്ഞിട്ടുള്ളത്. ടോം, യെസ്, അങ്ങനെ കുടുംബാംഗങ്ങളുമായി അതല്ലെങ്കിൽ ഈ മാനസിക പ്രശ്നങ്ങൾ അല്ലെങ്കിൽ കുടുംബാംഗങ്ങളുമായി ഭർത്താവുമായോ മറ്റോ മുബഷിർക്ക് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നോ? എന്താണ് ഈ കുടുംബം ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് നൽകിയ മൊഴി? സുമേഷ്. ടോം, അത്തരം ഒരു കുടുംബ പ്രശ്നങ്ങൾ നിലവിൽ ഉള്ള ഒരു കുടുംബമല്ല ഈ കുടുംബം എന്നാണ് പോലീസ് പറയുന്നത്. അത് ഭർത്താവ് ഇവിടെ സ്ഥലത്തില്ല, അതായത് കർണാടകയിൽ ഒരു പച്ചക്കറി വ്യാപാരിയാണ്. എന്നാൽ ഇവർ നല്ല രീതിയിലുള്ള ബന്ധം സ്ഥാപിക്കുന്ന അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള ബന്ധം മുന്നോട്ട് കൊണ്ടുപോകുന്ന കുടുംബമാണ് എന്നാണ് പോലീസ് പറയുന്നത്. അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളിലേക്ക് യാതൊരു രീതിയിലേക്കും കടക്കേണ്ടതില്ല എന്ന് തന്നെയാണ് പോലീസ് പറയുന്നത്. സ്വാഭാവികമായി അതുമായി ബന്ധപ്പെട്ട അന്വേഷണം ഉൾപ്പെടെ പോലീസ് ഇതിനകം നടത്തി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ അന്വേഷണത്തിൽ ഒന്നും ഇവർക്കും ഇത്തരം ഒരു പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഈ കൊലപാതകം പോലെയുള്ള ഇതിലേക്ക് മാറേണ്ടതായിട്ടുള്ള അത്ര യാതൊരു പ്രശ്നങ്ങളോ കുടുംബ പ്രശ്നങ്ങളോ ഈ കുടുംബത്തിൽ ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് പോലീസും എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത്ര ആ അന്വേഷണത്തിലേക്ക് പോലീസ് ഇപ്പോൾ കടന്നിട്ടില്ല. സ്വാഭാവികമായി അത് കസ്റ്റഡിയിൽ ഈ മുട്ടുശേറയെ പോലീസ് വാങ്ങിക്കും. ഇതുമായി ബന്ധപ്പെട്ട് ഇനി വിശദമായ ഒരു അന്വേഷണം അല്ലെങ്കിൽ ചോദ്യം ചെയ്യൽ പോലീസ് നടത്തണം. അത്തരം അന്വേഷണത്തിന്റെ ഭാഗമായി ഏതെങ്കിലും രീതിയിൽ ഇത്തരം കാര്യങ്ങളിലേക്ക് വന്നിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങൾ പോലീസ് സ്വാഭാവികവും പരിശോധിക്കും എന്നാണ് മനസ്സിലാക്കുന്നത്. കേട്ടോ, യെസ്, സുമേഷ് മൊറാഴിയാണ് വിവരങ്ങൾ നൽകിയത്. ഏറെ ദൗർഭാഗ്യകരമായ സംഭവമാണ് കണ്ണൂർ തളിപ്പറമ്പിന് സമീപം കുറുമാത്തൂരിൽ ഉണ്ടായത്. 2 മാസം പ്രായമുള്ള കുഞ്ഞിന്റെ മരണത്തിൽ അമ്മ മുബിഷറിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇപ്പോൾ നമുക്കൊപ്പം മനഃശാസ്ത്രജ്ഞ ഡോക്ടർ എൽസി ഉമ്മൻ ചേരുന്നുണ്ട്. ഡോക്ടർ എൽസി ഉമ്മൻ, ഏറെ നടുക്കുന്ന 2 വാർത്തകളാണ് ഈ പകൽ നമുക്ക് കേൾക്കാൻ കഴിഞ്ഞത്. കണ്ണൂരിൽ 2 മാസം പ്രായമുള്ള കുഞ്ഞിനെ കൊലപ്പെടുത്തിയ അമ്മ, എറണാകുളം അങ്കമാലിയിൽ 6 മാസം പ്രായമുള്ള കുഞ്ഞിനെ കഴുത്തു മുറിച്ച് കൊലപ്പെടുത്തിയ അമ്മൂമ്മ. രണ്ടിടത്തും മാനസിക പ്രശ്നങ്ങളാണ് ഈ കൊലപാതകത്തിന് കാരണമെന്ന് പറയുന്നുണ്ട്. പ്രത്യേകിച്ച് ഇത്തരം ഒരിടത്ത്, അതായത് കണ്ണൂരിലെ സംഭവം പ്രസവാനന്തരമുള്ള മാനസിക പ്രശ്നമാണ് ഈ അമ്മയെ കൊലപാതകത്തിലേക്ക് നയിച്ചതെങ്കിൽ ഈ അങ്കമാലിയിൽ കുറേ നാളുകളായി മാനസിക രോഗത്തിന് ചികിത്സയിലായിരുന്ന ഒരു വീട്ടമ്മയാണ് ക്രൂരകൃത്യം ചെയ്തത്. പക്ഷെ ഇതുപോലെ മാനസിക ബുദ്ധിമുട്ടുള്ള ആളുകളുടെ ഇടയിൽ കുഞ്ഞുങ്ങളെ വളർത്തിക്കൊണ്ടുവരിക വലിയ ബുദ്ധിമുട്ടാണ്. പക്ഷെ അവരെ മറ്റു നിവൃത്തിയില്ല. എങ്ങനെയാണ് ഈ ഇതുപോലുള്ള സാഹചര്യങ്ങളെ തരണം ചെയ്യാൻ കഴിയുക? പ്രത്യേകിച്ച് ഈ പ്രസവാനന്തരമുള്ള കൊലപാതകങ്ങൾ, പ്രസവാനന്തരമുള്ള സ്ത്രീകൾക്ക് ഉണ്ടാകുന്ന ഈ മാനസിക പ്രശ്നങ്ങൾ, അതിനെ എങ്ങനെ കൈകാര്യം ചെയ്യേണ്ടതാണ്? ഈ രീതിയിലുള്ള നിരവധി കുഞ്ഞുങ്ങളുടെ മരണങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളതല്ലേ? നോക്കൂ, പ്രസവാനന്തര വിഷാദമോ അല്ലെങ്കിൽ പ്രസവാനന്തരത്തിന് ശേഷമുള്ള സൈക്കോസിസോ അത് കാരണം കുട്ടികളെ കൊലപ്പെടുത്തുന്ന ഒരു ഇൻസിഡൻസോ അല്ലെങ്കിൽ പ്രസവവുമായിട്ട് യാതൊരു ബന്ധവുമില്ലാതെ ഉള്ള മാനസിക പ്രശ്നം കാരണമുള്ള കൊലപാതകം, ഇതൊക്കെയും തന്നെ നമുക്ക് പ്രിവെന്റബിൾ ആണ് നല്ലൊരു പരിധി വരെ. കാരണം അവര് ഒരു മുന്നറിയിപ്പും നൽകാതെ അല്ലെങ്കിൽ മറ്റ് ലക്ഷണങ്ങളൊന്നും കാണിക്കാതെ പെട്ടെന്ന് ഈ അക്രമമോ അല്ലെ ഒരു കൊലയോ നടത്തത്തില്ല. തീർച്ചയായിട്ടും അതിന് മുൻപേ തന്നെ അവർ പല സൂചനകൾ നൽകിയിട്ടുണ്ടാവണം. അപ്പോൾ ആ സൂചനകൾ ലഭിക്കുന്നതനുസരിച്ച് വേണ്ട വിധം ചികിത്സിക്കുക എന്നുള്ളത് കുടുംബാംഗങ്ങളുടെ ഒരു ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തം നടപ്പാക്കാത്തത് കൊണ്ട് മാത്രമാണ്
ഇത്തരം ദൗർഭാഗ്യകരമായിട്ടുള്ള സംഭവങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ആവർത്തിക്കപ്പെടുന്നത്. പ്രസവാനന്തര പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ അവർ കുട്ടിയെ നോക്കാതെ ഇരിക്കുക, അല്ലെങ്കിൽ ഉറങ്ങാതെ ഇരിക്കുക, സംശയം പ്രകടിപ്പിക്കുക, ബിഹേവിയറൽ ഇഷ്യൂസ് ഒരുപാട് കാണിക്കുക. അത് ഏത് തരം മാനസിക പ്രശ്നമാണെന്നുണ്ടെങ്കിലും അത് നമ്മളിപ്പോൾ പോസ്റ്റ്മോർട്ടം പീരീഡുമായിട്ട് കണക്ട് ചെയ്യേണ്ട, പ്രായമുള്ളവർക്കാണെങ്കിലും ചെറുപ്പക്കാർക്കാണെന്നുണ്ടെങ്കിലും വ്യക്തമായ സൂചനകൾ അവർ കൊടുക്കാറുണ്ട്. പ്രത്യേകിച്ചും ഒരു കൊല നടത്തണമെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ ജഡ്ജ്മെന്റ് നഷ്ടപ്പെട്ടിട്ടുണ്ടാവണം. ഒരു പക്ഷേ അവർക്ക് സൈക്കോസിസ് ഉണ്ടായിരിക്കണം. അപ്പോൾ അവർ അശരീരി കേൾക്കും, ചെവിക്കകത്ത് അശരീരി കേൾക്കാൻ സാധ്യതയുണ്ട്. അതായത് ഇന്ന അക്രമം ചെയ്യൂ, അല്ലെങ്കിൽ ഇന്ന ആളിനെ കൊലപ്പെടുത്തൂ, അല്ലെങ്കിൽ ഇന്നത് ചെയ്യൂ എന്ന് പറഞ്ഞ് അവരെ നിയന്ത്രിക്കുന്ന രീതിയിൽ അവർക്ക് ഓഡിറ്ററി ഹാലുസിനേഷൻസ് വരാനുള്ള ഒരു സാധ്യത ഏറെയാണ്. അപ്പോൾ ആ ഹാലുസിനേഷൻസിന്റെ ഫലമായിട്ട് അവര് ആ അശരീരിയിൽ എന്തു പറയുന്നു അതനുസരിച്ച് അവർ പ്രവർത്തിക്കാനുള്ള സാധ്യത ഏറെയാണ്. അതിപ്പോൾ ഒരാളെ കൊല്ലാനാണെന്ന് പറഞ്ഞാൽ അങ്ങനെ ചെയ്യും, സ്വയം പോയി ആത്മഹത്യ ചെയ്യാനാണെന്ന് പറഞ്ഞാൽ അങ്ങനെ ചെയ്യും, അല്ലെങ്കിൽ ഒരു പക്ഷേ അവർക്ക് മിഥ്യാധാരണ ഉണ്ടാവാം, ഡെല്യൂഷൻ ഉണ്ടാകാം. തൽഫലമായിട്ട് ഈ കുട്ടി ജീവിക്കുന്നത് അനർത്ഥത്തിനിടയാവും, അല്ലെങ്കിൽ അവർക്ക് മറ്റ് പ്രശ്നങ്ങൾ ഉണ്ടാകും, അല്ലെങ്കിൽ എന്തെങ്കിലും ഈവിൾ പൊസസ്ഡ് ആയിരിക്കാം ഈ കുട്ടി, അതുകൊണ്ട് അത് ജീവിച്ചിരിക്കുന്നത് ശരിയല്ല. ഇത്തരം മിഥ്യാധാരണകൾ ഉണ്ടാകാം. ഇതൊക്കെ നമ്മൾ സ്ഥിരം OPDയിൽ കണ്ടുവരുന്ന ലക്ഷണങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ ഇത്തരം ലക്ഷണങ്ങൾ ഉള്ളവർ കുട്ടിയെ അതിക്രമിക്കാനുള്ള സാധ്യത ഏറെയാണ്. അപ്പോ സാധാരണഗതിയിൽ നമ്മൾ കണ്ടുവരുന്നത് തീരെ നിവൃത്തിയില്ലാത്ത ഒരു ഘട്ടത്തിൽ ഒരു മനോരോഗ വിദഗ്ധനെ കാണും, കണ്ട് ശകലം മരുന്ന് എന്തെങ്കിലും ഒരു കഴിക്കും. അത് കഴിയുമ്പോൾ അവർ നിർത്തിക്കളയാനുള്ള സാധ്യത ഏറെയാണ്. കഴിവതും മരുന്നൊന്നുമില്ലാതെ ഇത് മുന്നോട്ട് കൊണ്ടുപോകാനായിരിക്കും സാധാരണഗതിയിൽ ഒരു മനുഷ്യൻ ശ്രമിക്കാറ്. അവിടെയാണ് ഏറ്റവും ആദ്യം വരുന്ന ഒരു പാകപ്പിഴ. രണ്ടാമത് പറയുന്നത് പാർഷ്യലി ട്രീറ്റഡ് ആയിരിക്കും. പാർഷ്യലി ട്രീറ്റഡ് എന്ന് പറഞ്ഞാൽ തൽക്കാലത്തേക്ക്. തീർച്ചയായും ഡോക്ടർ എൽസ്യൂമൻ, അങ്ങ് സൂചിപ്പിച്ചതുപോലെ ഈ പ്രസവാനന്തരമുള്ള സ്ത്രീകളിൽ കാണുന്ന ഈ മാനസിക പ്രശ്നം, അത് ഈ പ്രസവത്തിന് ശേഷം എത്ര കാലയളവ് വരെ, എത്ര മാസങ്ങൾ വരെ, അല്ലെങ്കിൽ അതിനൊരു കൃത്യമായ ഒരു സമയപരിധി ഉണ്ടോ? അതിൽ ചികിത്സിച്ച് മാത്രമേ ഇത് ഭേദപ്പെടുത്താൻ കഴിയുകയുള്ളൂ? മാത്രമല്ല, പലപ്പോഴും ഇത്തരം സംഭവങ്ങളിൽ കുടുംബാംഗങ്ങൾക്കിത് തിരിച്ചറിയാൻ, ഈ സ്ത്രീകളിൽ കാണുന്ന ഈ മാനസിക പ്രശ്നങ്ങൾ തിരിച്ചറിയാൻ കുടുംബാംഗങ്ങൾക്ക് കഴിയാതെ പോകുന്നതാണോ ഇതുപോലുള്ള ദാരുണമായ സംഭവങ്ങൾക്ക് കാരണമാകുന്നത്? നോക്കൂ, പ്രസവാനന്തര വ്യതിയാനങ്ങൾ എന്ന് പറയുന്നത് പോസ്റ്റ്മോർട്ടം ബ്ലൂ എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട്. പോസ്റ്റ്മോർട്ടം ബ്ലൂ എന്ന് പറയുന്നത് ഏകദേശം 80% സ്ത്രീകൾക്ക് പ്രസവാനന്തരം ഉണ്ടാകാവുന്ന 3 വ്യതിയാനങ്ങളാണ്. ഒരുപക്ഷെ ആദ്യ ഗർഭമാണെങ്കിൽ കുട്ടികളെ എങ്ങനെ നോക്കണമെന്ന് പരിചയമില്ല, എങ്ങനെ സംരക്ഷിക്കണമെന്ന് പരിചയമില്ല, സ്വാഭാവികമായിട്ടും ഉത്കണ്ഠ വരാം. അത് തന്നെയല്ല, വീട്ടിലെ സപ്പോർട്ട് സിസ്റ്റം കുറവാണെന്നുണ്ടെങ്കിൽ ഉത്കണ്ഠയുടെ ആക്കം കൂട്ടാൻ സാധ്യതയുണ്ട്. അതൊക്കെയും സാധാരണഗതിയിൽ തന്നെത്താനെ സബ്സൈഡ് ചെയ്ത് പോകാറുണ്ട്. നല്ല സോഷ്യൽ സപ്പോർട്ട് സിസ്റ്റം വന്നു കഴിയുമ്പോഴോ അല്ലെങ്കിൽ അവർ തന്നെ പഠിച്ചെടുക്കാറുണ്ട്. ആ ഒരു കോൺഫിഡൻസ് ബിൽഡ് ചെയ്ത് തന്നെ സബ്സൈഡ് ചെയ്ത് പോകാറുണ്ട്. നേരെ മറിച്ച് ഗുരുതര പ്രശ്നങ്ങൾ, ഇപ്പം പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ ആണെങ്കിലും പോസ്റ്റ്മോർട്ടം സൈക്കോസിസ് ആണെങ്കിലും ഇതൊക്കെയും വളരെ ഗുരുതര പ്രശ്നമാണ്. ഇത് തന്നെ മാറില്ല, ആ തന്നെ മാറും എന്നുള്ളൊരു ചിന്ത വേണ്ട. അത് ഏതെങ്കിലും തരത്തിൽ അച്ഛനോ അമ്മയോ സൈഡിൽ നിന്നും സപ്പോർട്ട് ചെയ്തത് കൊണ്ടോ, അല്ലെങ്കിൽ ഒരു കൗൺസിലിംഗ് കൊണ്ടോ, അല്ലെങ്കിൽ ഒരു സൈക്കോ തെറപ്പി കൊണ്ടോ ഇത് മാറില്ല. അങ്ങനെ മാറും എന്നുള്ള ധാരണയും മിഥ്യാധാരണ തന്നെയാണ്. ഇത് യഥാക്രമം ചികിത്സിച്ചെങ്കിൽ മാത്രമേ മാറുകയുള്ളൂ. കാരണം എപ്പോഴും നമ്മൾ പറയുന്നതാണ്, പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ ഉണ്ടെങ്കിലോ പോസ്റ്റ്മോർട്ടം സൈക്കോസിസ് ഉണ്ടെങ്കിലോ കുട്ടിയെ കൊലപ്പെടുത്തുകയും സ്വയം ആത്മഹത്യയും ചെയ്യുന്ന റിസ്ക് വളരെയധികം കൂടുതലാണ്. അതുകൊണ്ട് സാധാരണഗതിയിൽ ഇത്തരം അനുഭവങ്ങളുള്ള അല്ലെങ്കിൽ ഇത്തരം പ്രശ്നങ്ങളുള്ള സ്ത്രീകൾ വരുമ്പോൾ നമ്മൾ എപ്പോഴും ഈ ഒരു റിസ്ക്, ഹോമിസൈഡൽ റിസ്ക്കും സൂയിസൈഡൽ റിസ്ക്കും രണ്ടും വോൺ ചെയ്ത് വിടാറുണ്ട്. എന്തൊക്കെ രീതിയിൽ സംരക്ഷണം കൊടുക്കണമെന്ന് കൃത്യമായിട്ട് പറഞ്ഞവരെ മനസ്സിലാക്കാറുണ്ട്. ഇൻഫാക്ട് കുട്ടിയെ അമ്മയുടെ അടുത്ത് ഇരുത്തുന്നത് സേഫ് അല്ല. അതുകൊണ്ട് മുലയൂട്ടിയതിനു ശേഷം കുട്ടിയെ മാറ്റി നിർത്തണം, അല്ലെങ്കിൽ ആരെങ്കിലും ഒരാൾ സൂപ്പർവൈസ് ചെയ്യണം, ഇത്യാദിയുള്ള ഉപദേശങ്ങൾ വരെ നൽകാറുണ്ട്. ആ തരത്തിൽ ടേക്ക് കെയർ ചെയ്യുവാണെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ ഇല്ലാതെയാകും. രണ്ടാമത്തെ കാര്യം, താങ്കൾ ചോദിച്ചത് എത്ര കാലം ഈ ലക്ഷണങ്ങൾ ഉണ്ടാകാം. അത് ഓരോ ഗൈഡ് ലൈൻ അനുസരിച്ചിട്ടാണ്. 3 മാസം മുതൽ 6 മാസം വരെ, ചില ഗൈഡ് ലൈൻ 6 months എന്ന് പറയുന്നു, ചില ഗൈഡ് ലൈൻസ് 3 മാസം എന്ന് പറയുന്നു. എന്ത് തന്നെയാണെന്നുണ്ടെങ്കിൽ ഇതിനുള്ളിൽ തന്നെ ഒരു പ്രകടമായ വ്യതിയാനങ്ങൾ മൂഡിലോ അവരുടെ പ്രവൃത്തിയിലോ അവരുടെ ചിന്താധാരയിലോ അല്ലെങ്കിൽ അവരുടെ ഫംഗ്ഷനിങ് ലെവലിലോ, ഫംഗ്ഷനിങ് ലെവൽ എന്ന് പറയുമ്പോൾ അതിനകത്ത് ഭക്ഷണം കഴിക്കുന്നതും രാത്രിയിൽ കിടന്ന് ഉറങ്ങുന്നതും കുട്ടിയെ നോക്കുന്നതും അല്ലെങ്കിൽ മറ്റു ജോലിയിൽ വ്യാപൃതരായിരിക്കുന്നതും, ഇൻഫാക്ട് പേഴ്സണൽ ഫംഗ്ഷനിങ് മുതൽ സോഷ്യൽ ഫംഗ്ഷനിങ് വരെ മറ്റുള്ളവരുമായിട്ട് എങ്ങനെയാണ് ഇടപഴകുന്നത്, ഇതെല്ലാം ഈ മേഖലയിലെല്ലാം തന്നെ അവര് പ്രകടമായ വ്യതിയാനങ്ങൾ കാണിക്കുമെന്നുള്ളത് നിസ്തർക്കമാണ്. അപ്പോൾ ഇത്തരം പ്രകടമായ വ്യതിയാനങ്ങൾ കാണിക്കുമ്പോൾ അത് വേണ്ട രീതിയിൽ തന്നെ അത് അഡ്രസ് ചെയ്ത് ചികിത്സിക്കുക എന്നുള്ളതാണ് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ടത്.